ബേപ്പൂരിൽ PV അൻവർ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ബേപ്പൂരിൽ അൻവർ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇന്ന് KPCC. അൻവർ ബേപ്പൂരിൽ ജയിക്കും എന്നുകൂടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല. പക്ഷേ അതിനു മുൻപേ തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് PV അൻവർ. മത്സരിക്കുന്നെങ്കിൽ ബേപ്പൂരിൽ മാത്രമേ മത്സരിക്കൂ എന്നാണ് അൻവറിന്റെ നിലപാട്. ബേപ്പൂരിലൊക്കെ PV അൻവർ പ്രചാരണം അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ബേപ്പൂർ തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. ഇന്നലെ കടലുണ്ടി മേഖലയിൽ, ഇന്ന് രാവിലെ ഇപ്പോൾ ചാലിയം ഹാർബറിൽ നിന്നാണ് PV അൻവർ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ മണ്ഡലത്തിന്റെ ഓരോ ഭാഗത്തും അദ്ദേഹം നേരത്തെ തന്നെ ഓടിയെത്തുകയാണ്. അൻവർക്ക, ഈ പ്രഖ്യാപനമായിട്ടില്ല, പക്ഷെ താങ്കൾ മണ്ഡലത്തിൽ എല്ലായിടത്തും ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു അല്ലേ? അല്ല, ഞാൻ ഇന്നലെ മിനിയൊക്കെ നോർത്തിലും സൗത്തിലും ഒക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തോണ്ടോ? നിങ്ങൾ ബേപ്പൂര് മാത്രം റിപ്പോർട്ട് ചെയ്യണത്. ബേപ്പൂരിന്റെ സാഹചര്യം വളരെ പരിതാപകരമാണ്. അടിസ്ഥാനപരമായ വികസനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങേയറ്റം വിഷമകരമായ അവസ്ഥയിൽ. അപ്പോൾ ചാലിയപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, പതിറ്റാണ്ടുകളായിട്ട് ഫിഷിംഗ് നടക്കുന്ന ഒരു ഹാർബറിൽ അവിടെ നടന്നു പോകാനും കൂടി മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്ന വിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അവസ്ഥ അതിദയനീയമാണ്. എല്ലാ ബഡ്ജറ്റിലും ഈ ഫിഷ് ലാൻഡിങ്ങിന് വേണ്ടി 10 കോടി വെച്ചു, 15 കോടി വെച്ചു എന്ന് പ്രഖ്യാപനം നടത്തുകയും ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുകയും എന്നിട്ട് പിന്നെ ഒന്നും നടക്കാതാകുകയും ചെയ്യുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. പറ്റിക്കപ്പെടുകയാണ്. വികസനക്ഷേമ പദ്ധതികൾ ഉയർത്തി വോട്ട് തേടുക എന്നതാണ് LDFന്റെ തീരുമാനം. അവർ ചെയ്ത വികസനത്തെക്കുറിച്ച് അവർ പറയട്ടെ. ആ വികസനത്തെക്കുറിച്ചാണ് ഞങ്ങളൊരു ജാഥ ഇവിടെ നടത്തുന്നുണ്ട്. UDF ലീഡർഷിപ്പ് ബേപ്പൂർ എന്ന് പറയുന്നത് സിംഗപ്പൂരാക്കി എന്നൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുന്നത്. ബേപ്പൂർ അങ്ങാടിയുടെ അവസ്ഥ അന്ന് ഞാൻ വിശദീകരിക്കപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചുക്കും നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് LDF UDF അല്ല. ഈ തെരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. ബേപ്പൂർ പോർട്ടിൽ പോലും ഈ പറയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഉയർന്നു വരേണ്ടിയിരുന്ന ആ പോർട്ട് നശിച്ച് നാരായണക്കല്ലടിച്ച് വിരലിലെണ്ണാവുന്ന തൊഴിലാളികളുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ്. വലിയ ആത്മവിശ്വാസം, 28,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് വിജയിച്ചു. പക്ഷെ അത് വലിയ കണക്കല്ല. ജനം എല്ലാത്തിനും വിധി എഴുതും എന്നാണ് അൻവറിന്റെ പ്രതികരണം. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി.